വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ മദ്രസയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ അറ്റൻഡൻസ് അറിയിക്കുക. എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പോ കൈ ഉയർത്തിയിട്ട് അവരുടെ പ്രസന്റ് അറിയിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള ഭാഗം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാവും അല്ലേ? ഏതാണത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത ഭാഗം ഏതൊക്കെയാണ്? ഏതാണ് സൂറത്ത്? അതെ, സൂറത്തുൽ ഇൻഫിത്താറാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കി. എല്ലാവരും അത് പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് അല്ലേ? അത്രയും ഭാഗം കാണാതെ പഠിച്ചവരാരൊക്കെ? വളരെ കുറച്ചേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ. അപ്പോ ആ എടുത്ത ഭാഗം കാണാതെ പഠിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവരും പഠിച്ചോ? മാഷാ അല്ലാഹ്, വച്ച് പഠിച്ചു അല്ലേ? അപ്പൊ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും മിക്കവാറും. എല്ലാവരും പഠിച്ചു എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പഠിച്ച ഭാഗം ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇദസ്സമാഉൻ ഫത്വറത്ത്, എന്താണ് നമ്മൾ അതിന്റെ അർത്ഥം പഠിച്ചത്? ഇദസ്സമാഉൻ ഫത്വറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ പഠിച്ചത്? എല്ലാവരും അർത്ഥവും പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ അർത്ഥമൊക്കെ വളരെ ഭംഗിയായി പഠിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇദസ്സമാഉൻ ഫത്റത്ത്. ഇൻഫത്തറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്നാണ് ഇദസ്സമാഉൻ ഫത്റത്ത് എന്ന് പറഞ്ഞാൽ. പിന്നീട് വഇദൽ കവാകിബുൻ തസറത്ത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്യുമ്പോൾ. വഇദൽ ബിഹാറു ഫുജ്ജിറത്ത്, അതുപോലെ തന്നെ സമുദ്രങ്ങൾ ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ. വഇദൽ ഖുബൂറു ബുഅ്സിറത്ത്, ഖബറുകളിലുള്ളത് ഇളക്കി മറിക്കപ്പെടുമ്പോൾ. അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത്ത് വഅഖറത്ത്, ഓരോ നഫ്സും താൻ മുൻകൂട്ടി ചെയ്തതും അതുപോലെ തന്നെ എന്തിച്ചതുമെന്നും അറിയുന്നതാണ്. ഇത്രയും ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ? ഇനി ഇൻഷാ അല്ലാഹ് പുതിയ ഹലോ കേൾക്കുന്നുണ്ടോ? എന്തൊക്കെ കുഴപ്പം കാണുന്നുണ്ട്. പിന്നെ ഹലോ കേൾക്കുന്നുണ്ടോ? വൈലക്ഷൻ എന്തോ ഒരു പ്രശ്നം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗമാണ് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. യാ അയ്യുഹൽ ഇൻസാനു മാ വറക ബിറബ്ബിക്കൽ കരീം. എന്താണ്? യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ. മാ വറക ബിറബ്ബിക്കൽ കരീം. വറ എന്ന പദം, വറ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചു എന്നാണ് അല്ലേ? എങ്ങനെയാണ് അതിന്റെ ബാക്കി രൂപങ്ങളൊക്കെ? വറ യഗുറു, വറ യഗുറു ഗുറൂറൻ, വറ യഗുറു ഗുറൂറൻ വഗറൻ. വറ യഗുറു ഗുറൂറൻ വഗറൻ.
അതിന്റെ ഇസ്മു ഫായില് എന്തായിരിക്കും? അതിന്റെ ഇസ്മു ഫായില് ആരെങ്കിലും പറയാം? ഒറ യഉറു, ഒറെന്നും ഉറൂറൻ എന്നും ഉറൂറൻ എന്നും അതിന്റെ മസ്തർ പറയാം. എന്നാൽ അതിന്റെ ഇസ്മു ഫായില് എന്തായിരിക്കും? അതെ അതെ അതെ, ഫഹുവ ഓറുൻ എന്നാണ്. അറിയാലോ, ഫഹുവ ഓറുൻ. എവിടെ നമ്മളെ കാത്തിബീങ്ങളൊന്നുമില്ലേ? കാത്തിബീങ്ങളൊക്കെ ഇവിടെ പോയി. ഫഹുവ ഓറുൻ, ഞാൻ അങ്ങോട്ട് എഴുതാം. ഓർ, അതിന്റെ മഫ്ഊൽ മഗ്റൂർ ആയിരിക്കും, അല്ലെങ്കിൽ വരീറും ഉപയോഗിക്കാം. മഗ്റൂർ, വരീർ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അപ്പൊ എന്തായി? യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, മാ വറക്ക ബി റബ്ബിക്കൽ കരീം, മാ വറക്ക ബി റബ്ബിക്കൽ കരീം. എന്തായി? ഹേ മനുഷ്യ, ഉദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? ശ്രദ്ധിക്കാം. അതെ, ജാഫ്ന അൻവർ എഴുതിയത്. യാ അയ്യുഹൽ ഇൻസാൻ മാ വറക്ക ബി റബ്ബിക്കൽ കരീം, ഹേ മനുഷ്യ, ഉദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ്? അപ്പൊ അതില് നമ്മൾക്ക് പരിചയമില്ലാത്ത പദങ്ങളൊന്നുമില്ലല്ലോ അല്ലെ? യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ എന്നുള്ളത് അറിയാം. മാ വറക്ക, നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ്? ബി റബ്ബിക്കൽ കരീം, ഉദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ. ശരി, ഇനി ആ ഉദാരനായ നിന്റെ രക്ഷിതാവിനെ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. അല്ലദീ, അതായത് ഖലഖക, നിന്നെ സൃഷ്ടിച്ചു. ഖലഖ നമുക്കറിയാം. ഫസവ്വാക, സവ്വ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സവ്വ എന്നതിന്റെ മുളാരി എന്താണ്? ഖലഖ ഫസവ്വക നമുക്ക് വന്നതാണ് മുമ്പ്. സവ്വ വരട്ടെ, മുളാരി വരട്ടെ. സവ്വ. ചില ചോദ്യം ചോദിക്കുമ്പോ കട്ട് വല്ലാതെ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. യുസവ്വി, സവ്വ, യുസവ്വി, പിന്നെ തസ്വിയത്ത് അല്ലെ? സവ്വ, യുസവ്വി, തസ്വിയത്ത്. ഓക്കെ. അപ്പൊ അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. അദല എന്ന് പറഞ്ഞാൽ എന്താണ്? അദല എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ അതില് എന്ന് പറയില്ല. അതില് എന്ന് പറഞ്ഞാൽ എന്താ? അതില്, ഫഹുവ ആദിൽ എന്നൊക്കെ പറഞ്ഞാൽ അദല യഅദിലു, അതില്, ഫഹുവ ആദിൽ. എന്താണ് ആദില്? ആദിലാണ് എന്ന് പറയും ഒരാളെ സംബന്ധിച്ച്. ആദിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, നീതിമാനാണ് എന്നാണ്. അപ്പൊ എന്താണ് നീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എല്ലാം ഒരുപോലെ അല്ലെ, ശരിയായ അവസ്ഥയിലാക്കുക. അദല എന്ന് പറഞ്ഞാൽ അതാണത്. ശരിയായ അവസ്ഥയിൽ ഒരു സംഗതി ആക്കുന്നതിനാണ് അദല എന്ന് പറയാം. അപ്പോഴാണ് അത് നീതിയാകുക അല്ലെ, ഒരുപോലെ. അപ്പൊ അദലക്ക് എന്ന് പറഞ്ഞാൽ അതാണ്, നിന്നെ ശരിയായ അവസ്ഥയിലാക്കുകയും ചെയ്തവനാണ്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ സംവിധാനിക്കുകയും നിന്നെ ശരിയായ അവസ്ഥയിലാക്കുകയും ചെയ്തവനത്രേ അവൻ. അതാണ് അപ്പോ നമ്മൾ ശ്രദ്ധിക്കാം. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ സംവിധാനിക്കുകയും നിന്നെ ശരിയായ അവസ്ഥയിലാക്കുകയും ചെയ്തവനത്രേ അവൻ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാം.
ഫി അയ്യി സൂറത്തിൻ മാ ഷാഅ റക്കബക്. സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സൂറത്ത് സൂറത്ത് അതെ അതെ ചിത്രം എന്നാണ് അല്ലെ, പിക്ചർ. സൂറത്തിന്റെ ജമ്മ് സുവർ. അപ്പൊ ഫി അയ്യ സൂറത്തിൻ, അയ്യ എന്ന് പറഞ്ഞാൽ ഏത്. അപ്പൊ അയ്യ സൂറ, ഫി അയ്യ സൂറത്തിൻ, ഏതൊരു രൂപത്തിൽ, ഏതൊരു രൂപത്തിൽ എന്നായി. മാ ഷാ, ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു. അപ്പൊ മാ ഒന്ന്, ഉദ്ദേശിച്ചതായ ഒരു രൂപത്തിൽ എന്ന് പറഞ്ഞാൽ താൻ ഉദ്ദേശിച്ച രൂപത്തിൽ. റക്കബക എന്നാണ്. റക്കബ യുറക്കിബു തെർക്കീബ് എന്നാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? റക്കബ യുറക്കിബു തെർക്കീബ്. എന്താണ് തെർക്കീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ അറബിയില് റക്കബ അജ്സാ അൽ ആലത്തി എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കുക പറയുന്നത്, റക്കബ അജ്സാ അൽ ആലത്ത്. ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? റക്കബ അജ്സാ എന്ന് പറഞ്ഞാൽ എന്താ? അജ്സാ വരുന്നില്ല. അജ്സാഇന്റെ അർത്ഥം പറയട്ടെ. അജ്സാ, ഭാഗം, ഭാഗം. ജുസ്ഇന്റെ ജമ്മാണ് അജ്സാ അല്ലേ? ജുസ് ഭാഗം, അജ്സാ ഭാഗങ്ങളാണ്. അപ്പോ റക്കബ അജ്സാ അൽ ആലത്ത്. ആലത്ത് എന്താ? ആലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും തണുപ്പ് വിട്ടു മാറിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ? തണുപ്പിലാണ് എല്ലാ ആലത്ത് എന്താണ്? അതന്നെ, എല്ലാത്തിനും റഫീഖ് തന്നെ വരണം. റാഫിക്ക അല്ലെ? റാഫിക്ക് വരണം തോന്നുന്നുണ്ട്. അതായത് ആലത്ത് എന്ന് പറഞ്ഞാൽ മെഷീനാണ്. അറിയാത്തതുകൊണ്ടാണല്ലേ? അപ്പോ എന്നാ പഠിച്ചു വെച്ചോളൂ. റക്കബ അജ്സാ അൽ ആലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണത്തിന്റെ, ആലത്ത് എന്ന് പറഞ്ഞാൽ ഉപകരണം, മെഷീൻ എന്നൊക്കെ പറയാം. ഒരു ഉപകരണത്തിന്റെ പാർട്ടുകളൊക്കെ, ഭാഗങ്ങളൊക്കെ പിന്നെ റക്കബ എന്നാണ്. അറിയാമായിരുന്നു, മറന്നു എന്നുള്ളത് അത് പോട്ടെ. അതിന്റെ അർത്ഥം പിന്നെ അത് ശരി വച്ച് പറയുന്നത് റാഫിക് വലിയ മൗലവിയാണ്. ഇതാണ്. എന്നാ നമ്മൾ ശ്രദ്ധിക്കുക. അആദ വൽഅ അജ്സാഇഹ കമാ കാനത്ത് ഫിൽ അസ്ൽ. അപ്പൊ അതിന്റെ അർത്ഥം റക്കബ അജ്സാ അൽ ആലത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അആദ വൽഅ അജ്സാഇഹ കമാ കാനത്ത് ഫിൽ അസ്ൽ എന്നാണ്. ഇപ്പൊ നമ്മളടുത്ത് ചില സാധനങ്ങൾ കഴിച്ചതിന് ശേഷം ഫിറ്റ് ചെയ്യാൻ വേണ്ടി തന്നാല് ചിലപ്പോ കുറെ സാധനം ബാക്കിണ്ടാവും അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? ഒരു വാച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കുമ്പോ കുറെ സാധനം ബാക്കിണ്ടാവും. പിന്നെ ഇപ്പൊ ഇതന്നെയാണ് ഇപ്പൊ ഇതിന്റെ കേട് എന്ന് പറയേണ്ടി വരും. ആ കോലത്തിലായിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്താൽ. അപ്പൊ അതിന് റക്കബ എന്ന് പറയില്ല. മനസ്സിലായല്ലോ? റക്കബ എന്ന് പറയണമെങ്കിൽ എന്താണ്? അആദ വൽഅ അജ്സാഇഹ. അതിന്റെ ആ പാർട്ടുകളൊക്കെ നമ്മൾ വെക്കണം, വീണ്ടും വെക്കണം. കമാ കാനത്ത് ഫിൽ അസ്ൽ ആണ്. അത് ആദ്യം എങ്ങനെ തന്നെ ഉണ്ടായിരുന്നോ അങ്ങനെ തന്നെ വെക്കണം. അങ്ങനെയാകുമ്പോഴാണ് അതിനെ തെർക്കീബാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ പറഞ്ഞത്? പറഞ്ഞു മനസ്സിലായോ? ഒരു സംഗതിയെ വെക്കേണ്ട സ്ഥാനത്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അല്ലെ? വെക്കേണ്ട സ്ഥാനത്ത് തന്നെ വെക്കണം. അപ്പോഴാണ് അതിന് തെർക്കീബ് എന്ന് പറയാം. അപ്പോ നമ്മളെ തല ഫിറ്റ് ചെയ്യേണ്ടുന്ന സ്ഥാനത്ത് തന്നെ തല ഫിറ്റ് ചെയ്തു. അതില് കണ്ണ്, മൂക്ക്, ചെവി, അങ്ങനെ ഓരോന്നെടുത്തു നോക്കിയാലും
കുറ്റമറ്റ രൂപത്തിൽ എവിടെയാണോ അത് വെക്കേണ്ടത് അവിടെ അത് ഫിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തു. ഇപ്പൊ ചില ആളുകൾക്ക് ഈ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിട്ട് ഒരു കണ്ണ് മുന്നിലും വേറൊരു കണ്ണ് ബാക്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് മുന്നത്തതും ബാക്കത്തും ഒക്കെ കാണാമായിരുന്നില്ലേ? അങ്ങനൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചിന്തകളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അള്ളാഹു അതിൽ ഏറ്റവും കുറ്റമറ്റ രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. ഫി അയ്യ സൂറത്തി മാ ഷാ റക്കബക് എന്നാണ്. താൻ ഉദ്ദേശിച്ച രൂപത്തിൽ നിന്നെ സൃഷ്ടിച്ചവൻ എന്ന് പറയുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരണത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലേ? താൻ ഉദ്ദേശിച്ച രൂപത്തിൽ നിന്നെ സംഘടിപ്പിച്ചവൻ എന്നാണ്. സംഘടിപ്പിച്ചു എന്നാണ് നമ്മൾ അവിടെ റക്കബ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പോ കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. കല്ല അല്ല, ബൽ പക്ഷേ, തുകദ്ദിബൂന കദ്ദബ യുകദ്ദിബു നമ്മൾ പഠിച്ചതാണ് അല്ലേ? എന്താണ്? കളവാക്കി, നിഷേധിച്ചു എന്നൊക്കെ. തുകദ്ദിബൂന നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നു, ബിദ്ദീൻ പ്രതിഫല നടപടിയെ. ദീൻ യൗമിദ്ദീൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ അല്ല, പക്ഷേ പ്രതിഫല നടപടിയെ നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നു. അല്ല, പ്രതിഫല നടപടിയെ നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നു. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ. തീർച്ചയായും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. ഹാഫിള് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷിക്കുന്നവൻ എന്നാണ് അല്ലെ? അപ്പൊ ഹാഫിളീൻ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുന്നവർ. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മേൽനോട്ടക്കാർ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ? ആരാണത്? കിറാമൻ കാത്തിബീൻ. കിറാമൻ കാത്തിബീൻ എന്നാണ്. കാത്തിബ് എന്ന് പറഞ്ഞാൽ എഴുതുന്നവർ, രേഖപ്പെടുത്തി വെക്കുന്നവർ എന്നാണ്. കിറാമ് എന്നുള്ള പദം എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കിറാമ് എന്നുള്ള പദം കിറാം എന്നുള്ള പദം വരുന്നില്ല, മീനിങ് കൊണ്ട് വരുന്നില്ല. കിറാമിന്റെ മീനിങ്ങും അല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പദത്തെ നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ എന്നാണ്. അതെ, മാന്യന്മാർ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ തൊട്ടു മുമ്പ് നമ്മളൊരു കരീം പഠിച്ചില്ലേ? കരീം എന്നതിന്റെ ജംഅ് ആണ് കിറാമ്. ശ്രദ്ധിക്കുക, കരീം എന്നതിന്റെ ജംഅ് ആണ് കിറാം. ഇനി കരീം എന്നതിന് വേറെ ഏതെങ്കിലും ബഹുവചനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കരീമിന്റെ ജംഅ് ആണ് എന്ത്? കിറാം എന്നുള്ളത്. വേറെ ഏതെങ്കിലും ജംഅ് കരീമിന്റേത് നിങ്ങൾക്കറിയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇക്റാം, അക്രം അല്ല, കുറമ ആണ് കരീമിന്റെ. മനസ്സിലായില്ലേ? മനസ്സിലായോ? കുറമാ ആണ് അതിന്റെ. കരീം എന്നതിന്റെ ജംഅ്, കരീം എന്നതിന്റെ ജംഅ് കിറാം വ കുറമ. പഠിച്ചു വെക്ക. അപ്പോ കിറാമൻ കാത്തിബീൻ എന്ന് പറഞ്ഞാൽ എന്തായി? എഴുതി വെക്കുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാർന്നോ അല്ലെങ്കിൽ മാന്യന്മാരായ ചില എഴുത്തുകാർ. കിറാമൻ കാത്തിബീൻ. മനസ്സിലായില്ലേ? കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ ചില എഴുത്തുകാർ എന്ന് അതിനെ സംബന്ധിച്ച് പറയാം. മനസ്സിലായില്ലേ? കിറാമൻ കാത്തിബീൻ എന്ന് പറഞ്ഞാൽ മാന്യന്മാരായ ചില എഴുത്തുകാർ എന്നാണ്. എന്നിട്ട് യഅലമൂന മാ തഫ്അലൂൻ, യഅലമൂന മാ തഫ്അലൂൻ എന്നാണ്. യഅലമൂന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ അറിയും. മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു. മനസ്സിലായില്ലേ? അപ്പോ അത് മലക്കുകളെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇത്രയാണ് ഇതില് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഭാഗം.
ഇനി നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഇതില് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാം. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം എന്ന് നമുക്ക് ആദ്യം പറഞ്ഞു തന്നു. എന്താണ് അതിന്റെ അർത്ഥം? യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, അല്ലെ? നമ്മൾ അതിന്റെ പദങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചതാണ്. എന്താണ് മാ ഗർറക? മാ ഖദഅക എന്ന് വേണമെങ്കിൽ പറയാം. ഖദഅ എന്നാണ് വഞ്ചിച്ചു എന്നുള്ളതിന് വേറൊരു പേര്. അപ്പോ ഉദാരനായ നിന്റെ റബ്ബിന്റെ വിഷയത്തില് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താകുന്നു എന്നാണ്. ഇപ്പൊ ഈ ആയത്ത് ഇറങ്ങിയത് ഇതിന്റെ സബബ് അൻ-നുസൂലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹൽ ഇൻസാൻ എന്ന് പറഞ്ഞില്ലേ, ഹേ മനുഷ്യ എന്ന്. അപ്പോ അത് അഖ്റജ ഇബ്നു അബി ഹാത്തിം അൻ ഇഖ്രിമ ഫീ ഖൗലിഹി യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം എന്നുള്ളത് നസലത്ത് ഫീ ഉബയ്യ് ബിനു ഖലഫ്. എന്താണ്? ഉബയ്യ് ബിന് ഖലഫിന്റെ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായമുള്ളത് വലീദ് ബിനു മുഗീറയുടെ വിഷയത്തിലാകുന്നു എന്നാണ്. അപ്പോ ഉബയ്യ് ബിനു ഖലഫ് അതുപോലെ തന്നെ വലീദ് ബിനു മുഗീറ എന്നിവരുടെ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് അഭിപ്രായമുണ്ട്. അങ്ങനെ അതിന്റെ തഫ്സീറുകളിൽ കാണാൻ കഴിയും. അപ്പോ യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം ഖാല വറഹു അൽ ജഹൽ. അതായത് ഇതിനെ സംബന്ധിച്ച് കാണാൻ ലമ്മ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക. നമ്മൾ ഉദാരവാനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ്? അപ്പോ അവൻ വഞ്ചിച്ചു കളഞ്ഞു അൽ ജഹിൽ, ജഹിൽ കളഞ്ഞതാണ്. അപ്പോ അള്ളാഹുവിന്റെ ആ ഔന്നിത്യം കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കാതെ മനുഷ്യരെ വഞ്ചിച്ചു കളഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ജഹ്ല് ആകുന്നു എന്നാണ്. മനസ്സിലായോ? അപ്പോ അറിവില്ലായ്മയാണ് അവന്റെ വഞ്ചിച്ചു കളഞ്ഞത് എന്നുള്ളതാണ് അവിടെ പരിചയപ്പെടുത്തി തരുന്നത്. എന്നിട്ട് പറയുന്നത് അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക എന്നാണ്. മനുഷ്യനെ അള്ളാഹു ഒരു നുത്ഫത്തിൽ നിന്ന് സൃഷ്ടിച്ചു, അല്ലെ? ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ബീജത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും എന്നിട്ട് അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ശക്ല് അഹ്സനു തക്വീം എന്നാണ് അതിന് ഖുർആൻ തന്നെ പ്രയോഗിച്ചത്. ഏറ്റവും നല്ല തക്വീം നൽകി, ഘടന നൽകി എന്നാണ്. അപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഘടനാപരമായിട്ട് ഏറ്റവും നല്ല രൂപം അള്ളാഹ് നൽകിയിട്ടുള്ളത് മനുഷ്യനാകുന്നു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വജഅലക സവിയ്യൻ മുസ്തഖീമൻ, അല്ലെ? നമ്മളെ അള്ളാഹു ആ ഒരു നല്ല രൂപത്തിൽ അതിന് ഹിയ അഹ്സനു ഹൈഹത്തി വശക്കിൽ എന്നാണ്, ഏറ്റവും നല്ല രൂപവും കോലവും ഒക്കെ അള്ളാഹു നൽകി. പിന്നീട് മനുഷ്യന് കേൾവിയും കാഴ്ചയും അതുപോലെ തന്നെ തോക്കത്തും അഖലും ഫഹ്മ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ കഴിവുകളും അള്ളാഹു മനുഷ്യന് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഫി അയ്യ സൂറത്തിൻ മാ ഷാ റക്കബക്ക് എന്ന് പറഞ്ഞു. ഐ റക്കബക്ക ഫി അയ്യ സൂറത്തിൻ ഷാ അഹ, അല്ലെ?
അതായത് അള്ളാഹു ഉദ്ദേശിച്ചതായ ഒരു രൂപം. അതിനെ സംബന്ധിച്ചാണ് സൂറത്തു തീനിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തക്വീം എന്ന്. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഏറ്റവും നല്ല ഘടനയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് വിശുദ്ധ ഖുർആനിൽ നമ്മളെ പരിചയപ്പെടുത്തി തരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നീട് അല്ലാഹു പറയുന്നത് കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ എന്നാണ്. എന്താണ് കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. അപ്പോ ദീനിനെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ അവര് കളവാക്കി. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ശിദ്ദത്തിനെ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് കാണാൻ കഴിയും. അപ്പോ ആ പ്രതിഫല നടപടിയുടെ ദിവസത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? കളവാക്കുന്നു എന്നുള്ളത് പരിചയപ്പെടുത്തി തരാൻ. എന്നിട്ട് അപ്പോ അതിനെ കല്ലാബൽ തുകദ്ദിബൂന ബിദ്ദീൻ എന്ന് നമ്മൾ പറയുമ്പോ പിന്നെ എന്താണ് അവിടെ പ്രതിഫല നടപടിയുടെ ദിവസത്തെ കളവാക്കുക എന്ന് പറഞ്ഞാൽ? അപ്പോ തുകദ്ദിബൂന അവർ കളവാക്കുന്നു ബിയൗമിൽ മിആദ് വൽ ഹിസാബ് വൽ ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫല നടപടിയുടെ ദിവസവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ പരലോകത്തെ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോ പരലോകത്തെ അവർ കളവാക്കുന്നു. അപ്പോ നേർക്ക് നേരെ പരലോകത്തെ കളവാക്കുന്ന ആളുകൾ ഉണ്ടാവും. അതെങ്ങനെയാണ്? ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്തെ കളവാക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇനി അതിനൊക്കെ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിനനുസരിച്ച് അവിടെ വിജയം വരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ പ്രതിഫല നടപടിയുടെ കളവാക്കുന്നതിന്റെ വേറൊരു രൂപം കൂടെയാണ്. ഒന്ന് മനസ്സിലായില്ലേ? അതായത് നേർക്ക് നേരെ അതിനെ കളവാക്കുന്ന ആളുകളുണ്ടാകും. ഇനി അതല്ല, അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് അവിടെ വിജയം വരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കലും യഥാർത്ഥത്തിൽ യൗമുദ്ദീനിനെ കളവാക്കുന്ന ആളുകളാണ്. അതാണ് കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് വ ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. എന്താണ് ആ പറഞ്ഞത്? ഐ ഇന്ന അലൈക്കും ലിമലായിക, നമ്മളുടെ മേൽ ലമലായിക, വ ഇന്ന അലൈക്കും ലമലായിക, മലക്കുകളുണ്ട്. അവര് ആരാണ്? ആ മലക്കുകൾ ഹാഫിളീങ്ങളുമാണ്, കിറാമുമാണ്. ഹാഫിളീന കിറാമൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായല്ലേ? ഹാഫിളീങ്ങളാണ് അവർ, കിറാമനുമാണ് എന്ന് പറഞ്ഞാൽ അവര് മേൽനോട്ടം വഹിക്കുന്നവരും അതുപോലെ തന്നെ മാന്യന്മാരായ ആളുകളുമാണ്. എന്നിട്ടോ കാത്തിബീന ഫഇന്നഹും യക്തുബൂന അലൈക്കും ജമീഅ അഅമാലിക്കും വയഅലമൂന ജമീഅ മാ തഫ്അലൂൻ എന്ന് അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു തരുന്നു. ഫഇന്നഹും യക്തുബൂന, തീർച്ചയായും അവർ രേഖപ്പെടുത്തി വെക്കുന്നു, അലൈക്കും ജമീഅ അഅമാലിക്കും, അതായത് നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങൾ. ഏതുപോലെ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, കമാ ഖാല തആല അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന്. ഇത് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ഭാഗമാണ്. ഏതാണ് സൂറത്ത്? ഏതാണ് ആ സൂറത്ത്? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഓർമ്മല്ലേ? ആയത്ത് ഓർമ്മ ഉണ്ടാവുമല്ലോ. ആയത്ത് ഏത് സൂറത്തിലാണുള്ളത്? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അതെ, ഉമ്മു അദീബ അടിച്ചിട്ടുണ്ട്. സൂറത്ത് ഖാഫാണ്.
അപ്പോ അനിൽ യമീനി വ അനിൽ ഷിമാലി ഖഈദ് എന്നാണ്. നമ്മളുടെ ഇടതും വലതും ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ ആ മലക്കുകളെ സംബന്ധിച്ച് പറയാണ്, മാ യൽഫിദു മിൻ ഖൗലിൻ, ഒരു വാക്കും നമ്മൾ സംസാരിക്കുന്നില്ല, മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് അത് രണ്ട് മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞതല്ല, അവരുടെ വിശേഷണമായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഒന്നാണ്. കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വെക്കുന്നവർ എന്നാണ്. അങ്ങനെയുള്ള മലക്കുകൾ ഉണ്ടായിട്ടല്ലാതെ അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുമാകാം. മനസ്സിലായില്ലേ? പിന്നെ പ്രവാചകർ പറഞ്ഞ ഒരു ഭാഗമുണ്ട്, അക്രമു അൽ കിറാമൽ കാത്തിബീൻ അല്ലദീന ലാ യുഫാരിഖൂനകും ഇല്ലാ ഇന്ദ ഇഹ്ദാ ഹാലത്തൈൻ. എന്താണ് പറഞ്ഞത്? പിന്നെ അക്രമു, നിങ്ങൾ ബഹുമാനിക്കുക, ആദരിക്കുക, അൽ കിറാം അൽ കാത്തിബീൻ. ഇതിന്റെയൊക്കെ അർത്ഥം നിങ്ങൾ തന്നെ പറയണം, ഞാൻ തന്നെ പറയാ. നിങ്ങൾക്കൊരു പണിയില്ലാതിരിക്കാൻ പാടില്ല. ഞാനതിന്റെ ആ വാക്ക് പറയുമ്പോ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കി എഴുതണം, മനസ്സിലാക്കി വെക്കണം. അക്രമു അൽ കിറാമൽ കാത്തിബീൻ എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടുന്നില്ലേ? കിറാമൻ കാത്തിബീന നിങ്ങൾ ബഹുമാനിക്കുക, ആദരിക്കുക. കിറാമൻ കാത്തി അല്ലദീന ലാ യുഫരിഖൂനകും, അവർ നിങ്ങളിൽ നിന്ന് എന്താകുന്നില്ല, വേർപിരിയുന്നില്ല. ഇല്ലാ ഇന്ദ ഇഹ്ദാ ഹാലത്തൈൻ, രണ്ടിൽ ഒരു അവസ്ഥയിലല്ലാതെ. അപ്പൊ രണ്ട് സന്ദർഭത്തിലല്ലാതെ, രണ്ട് സന്ദർഭത്തിലല്ലാതെ നമ്മളിൽ നിന്ന് അവര് പോകുന്നില്ല. അപ്പോ ഏതാണ് ആ രണ്ട് സന്ദർഭം? ഒന്ന് അൽ ജനാബ വൽ വാഇദ്, ജനാബത്തുള്ള സന്ദർഭത്തില്, അതുപോലെ തന്നെ നമ്മൾ വാഇത്തിൽ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകുന്ന സന്ദർഭത്തിൽ. ഈ രണ്ട് സന്ദർഭത്തിലല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അവർ നമ്മളെ കൂടെയുണ്ട് എന്ന് ഏത് പറയും. മനസ്സിലായില്ലേ? അപ്പോ അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകുക. പിന്നെ അപ്പോ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പറഞ്ഞത് നമ്മൾ തന്നെയും ഈ ക്ലാസ്സിലും അല്ലാത്ത ക്ലാസ്സിലൊക്കെ ഏറെ വിശദീകരിച്ചു തന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ മലക്കുകളെ പറ്റിയിട്ട് പറയാം. മലക്കുകളെ പറ്റി പറയുമ്പോ ജിന്ന് വരണ്ട, ജിന്നിനെ പറ്റി പറയുമ്പോ ജിന്ന് പറയാം നമുക്ക്. അതാണ് അപ്പോ ഏതായിരുന്നാലും ഇത് മലക്കുകളെ സംബന്ധിച്ചാണ്. ജിന്നുകളെ നമ്മൾ പറയണമെന്ന് രേഖപ്പെടുത്തി വെക്കുന്നു എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? അപ്പോ ഇത് മലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കും. അപ്പോൾ പഠിച്ച ആയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരിക. യാ അയ്യുഹൽ ഇൻസാനു മാ വറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഹേ മനുഷ്യ, ഉദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ സംവിധാനിക്കുകയും നിന്നെ ശരിയായ അവസ്ഥയിലാക്കുകയും ചെയ്തവനത്രേ അവൻ. താൻ ഉദ്ദേശിച്ച രൂപത്തിൽ നിന്നെ സംഘടിപ്പിച്ചവൻ. അപ്പോ ഇങ്ങനെയുള്ള രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷിതാവിന്റെ വിഷയത്തിൽ നമ്മളെ വഞ്ചിച്ചു കളഞ്ഞത്? നമ്മളെ വഞ്ചിച്ചു കളഞ്ഞത് ഇങ്ങനെയൊക്കെ നമ്മളെ സൃഷ്ടിച്ച ആ രക്ഷിതാവിന് വീണ്ടും നമ്മളെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് മനുഷ്യൻ ചോദ്യം ഉന്നയിക്കുന്നു. ഒന്ന് അതാണ്. മറ്റൊന്ന്, നമ്മൾ ആവശ്യപ്പെടാതെ, പറയുന്നത് ശ്രദ്ധിക്കാം, നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിയ രക്ഷിതാവ്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല നമുക്ക് ഈ പറഞ്ഞതൊന്നും നൽകിയത്. നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് ഇതെല്ലാം നൽകിയ ആ ഒരു രക്ഷിതാവ്. ഇനി ചില സംഗതികൾ നമുക്ക് ആവശ്യങ്ങളുണ്ടാകും. പല ആവശ്യങ്ങളും നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല ആവശ്യങ്ങളും ഉണ്ടാകും. അപ്പോ
അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിയ രക്ഷിതാവിനോടായിരിക്കണം ഇനി നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ ആവശ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കേണ്ടത്. പറഞ്ഞത് മനസ്സിലായില്ലേ? ആ പറഞ്ഞ സംഗതി ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ. അതായത് നമുക്ക് ഈ നൽകിയതൊക്കെ അള്ളാഹു നൽകിയത് നമ്മൾ ആവശ്യപ്പെടാതെയാണ്. ഇനി ചിലപ്പോ നമ്മളുടെ ജീവിതത്തിൽ വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ അതും നമ്മൾ തേടേണ്ടത് ഈ ആവശ്യപ്പെടാതെ നമുക്കെല്ലാം നൽകിയ രക്ഷിതാവിനോടായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ പരിചയപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത് ചെയ്തു തരാൻ ഇനി നമുക്കുള്ള ആവശ്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കാം. ഇപ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിന് ശേഷം പിന്നീട് നമുക്കുണ്ടാകുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ആ തന്ന അത്രയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ. എല്ലാത്തിനും ഒന്ന് നിങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്കുക. നമുക്ക് കാര്യങ്ങളൊക്കെ ഒരുക്കി തന്ന് നമ്മൾ ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കലെപ്പോഴാണ്? ഇപ്പോ നമ്മളെ വീട്ടില് നമ്മൾ ബഹുമാനിക്കുന്ന ചില ആളുകളെ വിളിച്ചു വരുത്തി നമ്മളൊരു സദ്യ കൊടുക്കുകയാണ്. അങ്ങനെ സദ്യ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അവർക്ക് അവിടെ എത്തിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചോദിക്കും ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും, അല്ലെ? ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്താ? ഒന്നും കൊടുക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നാണോ ചോദിക്കുന്നത്? ഒന്നും കൊടുത്തിട്ടില്ല, പച്ചവെള്ളം പോലും കൊടുത്തിട്ടില്ല, എന്നിട്ട് പോയിട്ട് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നല്ലല്ലോ നമ്മൾ ചോദിക്കുക. മറിച്ച് നമ്മളെല്ലാം റെഡിയാക്കി അവർക്ക് അവിടെ കൊടുത്തു, പിന്നെ അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കും ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ അവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ചില ആളുകൾക്ക് ഉപ്പ് അത്ര വേണ്ടി വരില്ല, വേറെ ചില ആളുകൾക്ക് പഞ്ചസാര ഇല്ലാത്തതേ വേണ്ടി വരുള്ളൂ. അങ്ങനെ ചില ആവശ്യങ്ങളൊക്കെ ചിലർക്ക് പ്രത്യേകമായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ആ ആവശ്യങ്ങളാണ് പിന്നെ നമ്മൾ അവിടെ ചോദിച്ച് അറിയുന്നത്. ഇതുപോലെ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. അള്ളാഹു നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിയിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യമുള്ളത് നമ്മൾ ചോദിക്കേണ്ടത് പടച്ചവനോടാകുന്നു എന്നാണ്. എന്നാൽ മനുഷ്യൻ എന്തായി പോവുകയാണ്? യാ അയ്യുഹൽ ഇൻസാൻ മാ വറക ബി റബ്ബിക്കൽ കരീം. അത്യുദാരനായ ഉദാരനാണ് നിന്റെ റബ്ബ്, അല്ലേ? നമ്മൾ നമ്മളുടെ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ കൈകൾ ഉയർത്തിയ കൈകളെ വെറുതെ സിഫ്റായിക്കൊണ്ട് മടക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ് അള്ളാഹുവിനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോ അങ്ങനെ ലജ്ജിക്കുന്ന അള്ളാഹുവോട് പലപ്പോഴും മനുഷ്യരായ നമ്മൾ ചോദിക്കാൻ മടി കാണിക്കുന്നു. എന്നിട്ടോ നമുക്കൊന്നും നൽകാത്ത, അവർക്ക് തന്നെയും ഒന്നിനും കഴിവില്ലാത്ത ആളുകളോട് മനുഷ്യർ കരഞ്ഞും സങ്കടപ്പെട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങളിൽ നമ്മൾ പോയാൽ വളരെയേറെ ഭക്തിയോടുകൂടി, ആദരവോടുകൂടി, അതുപോലെ തന്നെ ബഹുമാനത്തോടുകൂടെ, സങ്കടത്തോടുകൂടി, വളരെയേറെ പ്രതീക്ഷയോടുകൂടി ആളുകൾ ആ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. അസ്സലാമലൈക്കും. ചില പത്രങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഉപകാരം ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകൾ ഓതി അങ്ങനെ സാവധാനം ഒക്കെ നമസ്കരിക്കാവുന്നതാണ്. അപ്പോ പ്രശ്നമൊന്നുമില്ല. അവര് വിശ്വസിക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മഗ്രിബ് നമസ്കാര ശേഷം അതുകൊണ്ടാണ് ഈ പിന്നെ റവാത്തിബ് ഇതെല്ലാരും കാണാതെ പഠിക്കുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് നന്ദി പറയുന്ന ഒരു രൂപമാണ് അത്. എന്നാൽ ഏതെങ്കിലും ഒരു പത്രത്തില് നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾക്ക് ലഭിച്ചതിന്റെ പേരിൽ പടച്ചവനോട് നന്ദി പറയുന്ന ഒരു പരസ്യം നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ കാണണം, അങ്ങനെ കൊടുക്കണം, കൊടുക്കാനും പാടില്ല, അത് വേറെ വിഷയം. എന്നാൽ പോലും മനുഷ്യർ അള്ളാഹു നൽകിയ, അല്ലെ, അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നന്ദി ആ രൂപത്തിലൊന്നും പറയാറില്ല എന്നർത്ഥം. അതൊക്കെ എന്റെ അവകാശമാണ്, എനിക്ക് കിട്ടേണ്ടതാണ് എന്നുള്ള ഒരു രൂപമാണ് പലപ്പോഴും മനുഷ്യർക്ക് ഉണ്ടാകാറുള്ളത്. എന്നാൽ മറ്റുള്ളത് നേരെ തിരിച്ചുമാകുന്നു എന്നതാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ചോദിച്ചത്, യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, മാ വറക ബി റബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്. ഇങ്ങനെയുള്ള വളരെ അത്യുദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കാം. അപ്പൊ ആ ചോദ്യം വളരെയേറെ ഗൗരവത്തോടു കൂടിയിട്ട് നമ്മൾ എടുക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നീട് കല്ലാബൽ തുക്കദ്ദിബൂന ബിദ്ദീൻ, അതായത് ആ വഞ്ചിച്ചു കളഞ്ഞതിന്റെ അല്ലെങ്കിൽ ആ നന്ദികേടിന്റെ ഒക്കെ രൂപം നമുക്കിവിടെ കാണാനും കഴിയുന്നു. എന്താണ്? പ്രതിഫല നടപടിയെ നിഷേധിച്ചു തള്ളുന്നു. പ്രതിഫല നടപടിയെ അവൻ നിഷേധിച്ചു. അപ്പോ റബ്ബിന്റെ വിഷയത്തിൽ വഞ്ചനയിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ പ്രതിഫല നടപടിയെ നിഷേധിച്ചു തള്ളുന്നിടത്താണ് യഥാർത്ഥത്തിൽ അവൻ എത്തുക. എന്ന് പറഞ്ഞാൽ ആ പ്രതിഫല നടപടിയുടെ ദിവസത്തിന്റെ ഗൗരവവും ഗാംഭീര്യവും അവന് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എന്താ? പ്രതിഫല നടപടിയുടെ ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹു ഈ സൂറത്തിൽ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്, അല്ലെ? എന്താണ് പ്രതിഫല നടപടിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ? ആ ദിവസത്തിന്റെ സവിശേഷത, അന്ന് ഒരാൾക്കും വേറൊരാൾക്കു വേണ്ടി ഒരു സഹായവും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ദിവസമാണ്. എന്നാൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ വഞ്ചനയിൽ അകപ്പെട്ടിട്ടുള്ള ആളുകളുടെ സ്വഭാവം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അവര് എന്താണ് വിചാരിക്കുക? അവര് വിചാരിക്കുന്നത് അള്ളാഹുവിന് പുറമെ പല ആളുകളും നാളെ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ അവിടെ എത്തും എന്നാണ്, അല്ലെ? നമ്മൾ മഹാന്മാരായി കാണുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ആളുകൾ നാളെ പരലോകത്ത് നമ്മെ അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് എന്നുള്ള ഒരു രൂപത്തിൽ ആളുകൾ വഞ്ചനയിൽ അകപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും പാടിയും പാടാതെയും ഒക്കെ ആ കാര്യം വ്യക്തമാക്കാറുണ്ട്, അല്ലെ? എന്നെ വിളിച്ചോർക്ക് ഒന്നും പേടിക്കേണ്ട, എന്നെ വിളിച്ചോർക്ക് ഞാൻ കാവലെന്നോ വർണ്ണ. എന്താണത്? എന്നെ വിളിച്ച ആളുകൾക്ക് ഒന്നും പേടിക്കേണ്ടതില്ല, എന്നെ വിളിച്ചോർക്ക് ഞാൻ കാവലായിട്ട് അവിടെ ഉണ്ടാകും എന്നാണ്. എന്റെ മുരീദാരും നല്ലവർ അല്ലെങ്കിൽ എപ്പോഴും നല്ലവർ ഞാനെന്ന് ചെന്നോവർണം. എന്റെ മുരീദായിട്ടുള്ള ആളുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവർ ഞാൻ നല്ലവനാണ്, മുരീദ് എങ്ങനായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ധാരണ മനുഷ്യരിൽ ഉണ്ടാക്കുന്നു. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർന്ന. എന്നെ മുരീദായി അംഗീകരിച്ചിട്ടുള്ള ആളുകൾ അവരാരും നരകത്തിലില്ല എന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോ അള്ളാഹുവിന്റെ ചോദ്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. എന്താണ്? യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ, മാ വറക ബി റബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അപ്പൊ അതിന്റെ രൂപമാണ് കാണുന്നത്. കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. അവർ എന്തു ചെയ്തു? ഈ പ്രതിഫല നടപടിയുടെ ദിവസത്തെ നിഷേധിച്ചു തള്ളി, അല്ലെ? ആ നിഷേധിച്ചു തള്ളിയതിന്റെ രൂപമാണ് നമ്മൾ ഈ കണ്ടത്. കാരണം പ്രതിഫല നടപടിയുടെ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പല സ്ഥലങ്ങളിലായി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ആ പ്രതിഫല നടപടിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ലാ യംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ എന്നാണ്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ. അന്നേ ദിവസം ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി യാതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റൂല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് നമ്മളൊക്കെ പല സന്ദർഭത്തിൽ കേട്ടിട്ടുണ്ട്. യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്,
അൻതി കിത്അതു കബ്ദി, ല്ലേ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ്. സലൂനി മിൻ മാലി, അതുകൊണ്ട് തന്നെ എന്റെ ധനത്തിൽ നിന്ന് എന്തു വേണമെങ്കിലും നിനക്ക് ചോദിക്കാം. എന്നിട്ടോ അൻകിദി നഫ്സകി മിനന്നാർ ലാ തുഗ്നി അൻകി മിനല്ലാഹി ശൈആ, ലാ തുഗ്നി അൻകി മിനല്ലാഹി ശൈആ, അല്ലാഹുവിന്റെ അടുത്ത് നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് എന്ത് വേണം? അൻകിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നീ തന്നെ നിന്റെ തടിയെ കാത്തുകൊള്ളണം എന്നാ. അപ്പോ നരകത്തിൽ നിന്ന് നീ തന്നെ നിന്റെ തടിയെ കാത്തുകൊള്ളണം എന്ന് റസൂലുള്ളാഹി തന്നെയാണ് ആരാധന എന്നുള്ളത്. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുമ്പോ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ പറയുന്നത് എന്നെ പിടിച്ചോർക്ക് ഒന്നും പേടിക്കേണ്ട, എന്നെ വിളിച്ചോർക്ക് ഒന്നും പേടിക്കേണ്ട, എന്നെ വിളിച്ചോർക്ക് ഞാൻ കാവൽ എന്നോ പറഞ്ഞ റസൂലുള്ളാഹി അത് പറഞ്ഞിട്ടില്ല. ആരോട്? സ്വന്തം മകൾ ഫാത്തിമയോട്. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് പറഞ്ഞില്ല. അല്ലേ? നമുക്ക് ഫാത്തിമ, ഈ ബേജാറാണ്ടടി, ഈ ആരാണ്? ഈ അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖായ, അല്ലെ, അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായ മുത്തു റസൂലിന്റെ മോളാണ് നീ. അതുകൊണ്ട് തന്നെ നിനക്ക് ഒരു ബേജാറും വേണ്ട, നീ എന്റെ കൂടെ സ്വർഗത്തിലുണ്ടാകും എന്നല്ല പറഞ്ഞത്. പിന്നെയോ അൻകിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നീ തന്നെ നിന്റെ നഫ്സിനെ കാത്തുകൊള്ളണം, നിന്റെ ശരീരത്തെ കാത്തുകൊള്ളണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് പറയുന്നത്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കുക. യാ അയ്യുഹൽ ഇൻസാനു മാ വറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. പിന്നെയോ വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ പറയുന്ന പ്രവർത്തിക്കുന്ന എല്ലാ സംഗതികളും രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ സദാ നമ്മളുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധം എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ വിഷയത്തിൽ വഞ്ചനയിൽ അകപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ അന്ത്യദിനത്തെ നിഷേധിച്ചു തള്ളുന്ന, അത് നേർക്ക് നേരെയുള്ള വാക്കുകളിലൂടെ ആയിരുന്നാലും ശരി, പരോക്ഷമായിട്ടായിരുന്നാലും ശരി, നിഷേധിച്ചു തള്ളുന്ന ആളുകളിൽ ഒരു നിലക്കും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഈ ആയത്തുകൾ, സൂറത്തുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹു നമ്മളുടെ ഈ ഒരു സമയം വിനിയോഗിച്ചത് നമ്മളുടെ നന്മയുടെ തുലാസിൽ, നന്മയുടെ ഭാഗത്ത് കരം തൂങ്ങുന്ന ഒന്നായി രേഖപ്പെടുത്തുമാറാകട്ടെ. നമ്മളുടെ സംസാരങ്ങളിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരീ സഹോദരന്മാരുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ നമ്മെ പോറ്റി വളർത്താൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ആളുകളാണ്. നാഥ, അവർക്ക് ഇഹത്തിലും പരത്തിലും നീ സൗഖ്യം നൽകണമേ തമ്പുരാൻ. മരണപ്പെട്ടുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ തമ്പുരാൻ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.